അനന്തനും ഭദ്രയും റെഡിയായി വന്നപ്പോൾ വിമലയും മുത്തശ്ശനും ആദിയും റെഡിയായി നിൽക്കുന്നതാണ് കണ്ടത്. അവൻ സംശയത്തോടെ അവരെ നോക്കി. ഞങ്ങളും വരുന്നുണ്ട്. ഞാൻ അപ്പൂൻ്റെ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. നീയും ഭദ്രയും ബൈക്കിൽ പോയിക്കോ, ഞങ്ങൾ പിറകെ വന്നോളാം, വിമല പറഞ്ഞു. ശരി. അവൻ ബൈക്കിനരികിലേക്ക് നടന്നു. പിറകെ അവരെ നോക്കി തലയാട്ടി ഭദ്രയും. അവനരികിൽ ബുള്ളറ്റിലിരുന്ന് അവൻ തലചിരിച്ച് അവളെ നോക്കി. അവൾ കൈയെടുത്ത് അവൻ്റെ തോളിൽ വെച്ചു. അവൻ അവരെ നോക്കിയിട്ട് വണ്ടി മുന്നോട്ടെടുത്തു. റോഡിലേക്ക് ഇറങ്ങിയതും അവളുടെ കൈയെടുത്തവൻ അവൻ്റെ വയറിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ അവളുടെ തല അവൻ്റെ മുതുകിലേക്ക് ചേർത്ത് കിടന്നു. അവളുടെ വീടിന് മുന്നിൽ വണ്ടി നിർത്തിയപ്പോഴാണ് അവൻ്റെ മുതുകിൽ നിന്നവൾ തലയുയർത്തിയത്. അവൾ അവന് പിന്നിൽ നിന്നിറങ്ങി. മുറ്റത്ത് കിടക്കുന്ന കാർ കണ്ടവൾ അകത്തേക്കോടി. അവൻ പകച്ചുകൊണ്ട് അവൾക്ക് പിറകെയും. അച്ഛമ്മേ! അവൾ ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിച്ചു. അച്ഛമ്മയുടെ പൊന്നുമോളെ! അവർ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. വാ മോനെ! അനന്തനെ അവരുടെ അരികിലേക്ക് വിളിച്ചു. അവൻ അവരുടെ അരികിലിരുന്നു. ഞാൻ ജയൻ്റെ അമ്മയാ. ബാംഗ്ലൂർ എൻ്റെ ഇളയ മോൻ്റെ കൂടിയായിരുന്നു താമസം. ഇവിടെ നടന്നതൊക്കെ ജയൻ പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് മോനെ. അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും വിമലയും ആദിയും മുത്തശ്ശനും എത്തിയിരുന്നു. ജയൻ എല്ലാവർക്കും ചായ കൊടുത്തു. നിങ്ങളെ എല്ലാവരെയും വിളിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ്, ജയൻ അവരോടായി പറഞ്ഞു. എന്താ ഭദ്രയുടെ അച്ഛാ? വിമല ജയനെ നോക്കി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇവരുടെ കല്യാണം ഒരു പ്രത്യേക സാഹചര്യത്തിലല്ലേ നടന്നത്. നമുക്ക് ആ കല്യാണം ഒന്നുകൂടി ആഘോഷമാക്കി നടത്തിയാലോന്ന്. വിമലയുടെ അഭിപ്രായം എന്താ? അവർ അനന്തനെ നോക്കി. അവൻ സമ്മതം അറിയിച്ചു. ഇപ്പോൾ വൃശ്ചികമാസമല്ലേ, മകരമാസം പകുതിയോട് കൂടി നല്ലൊരു ഡേറ്റ് നോക്കാം. അതുവരെ ഭദ്ര ഇവിടെ നിൽക്കട്ടെ, അച്ചമ്മ തീർത്ത് പറഞ്ഞു. അനന്തനും ഭദ്രയും ദയനീയമായി വിമലയെയും ജയനെയും നോക്കി. ഒരു മാസത്തെ കാര്യമല്ലേ, സാരല്ല, വിമല പറഞ്ഞു. അപ്പോൾ അങ്ങനെ തീരുമാനിക്കാം. ജയ, നീ നാളെ തന്നെ നല്ലൊരു ഡേറ്റ് നോക്ക്. നിങ്ങൾ സംസാരിക്കേ, ഞാൻ കിടക്കട്ടെ. അതും പറഞ്ഞ് അച്ചമ്മ അകത്തേക്ക് നടന്നു. അമ്മയെ എതിർത്ത് പറഞ്ഞ ശീലല്ല, മോനൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് ഓർത്താൽ മതി, ജയൻ അനന്തൻ്റെ തോളിൽ പിടിച്ചു പറഞ്ഞു. അതൊന്നും സാരമില്ല അച്ഛാ, ഇപ്പോൾ ഭദ്രയ്ക്ക് അച്ഛൻ്റെ പ്രസൻസാണ് ആവശ്യം. അവൻ അത് പറഞ്ഞതും ഭദ്ര ഞെട്ടി അവനെ നോക്കി. ഇനിയും എന്നെ മനസ്സിലായില്ലേ എന്നൊരർത്ഥം അവളുടെ നോട്ടത്തിനുണ്ടായിരുന്നു. ചോറൊക്കെ കഴിച്ചവർ പോകാനിറങ്ങി. മോള് നാളെ മുതൽ കോളേജിൽ പോകണം. ഇനി ആരെയും പേടിക്കണ്ട, നിന്റെ കൂടെ എപ്പോഴും ഇവനുണ്ടാകും, വിമല ഭദ്രയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഏട്ടത്തി, പെട്ടെന്നങ്ങ് വന്നേക്കണം, ഈ കുട്ടൻ കാത്തിരിക്കും, അവളെ ചുറ്റിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ച് ആദ്യ പറഞ്ഞു. മുത്തശ്ശനും അവളെ ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞു. അവൻ ഭദ്രയെ നോക്കിയിട്ട് പുറത്തേക്ക് പോയി. അവന് പിറകെ ഓടിച്ചെന്നെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് പോയി. അവളെ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സാരല്ലേ മോളെ, അവന് നിന്നെ കുറച്ച് ദിവസം പിരിഞ്ഞു നിൽക്കുന്ന വിഷമാണ്. നാളെ കോളേജിൽ ചെല്ലുമ്പോൾ സംസാരിച്ചാൽ മതി കേട്ടോ, വിമല പറഞ്ഞു. ജയനോട് യാത്ര പറഞ്ഞ് അവരും ഇറങ്ങി. ജയൻ വന്നവളെ ചേർത്ത് പിടിച്ചു. അവൾ അച്ഛൻ്റെ തോളിലേക്ക് ചാഞ്ഞു. രാത്രി കിടന്നിട്ട് അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരാഞ്ഞവൾ എഴുന്നേറ്റിരുന്ന് ഫോൺ കയ്യിലെടുത്തു. അനന്തൻ്റെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ. അവൻ്റെ സ്വരം കാതിൽ പതിച്ചപ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്തു. ഇന്നലെ വരെ അവൻ്റെ നെഞ്ചിൻ്റെ ചൂടേറ്റുറങ്ങിയതുകൊണ്ട് ഇന്നവൾക്ക് അവൻ്റെ സാമീപ്യമില്ലാതെ മനസ്സ് വിങ്ങി. അവളുടെ ഫോൺ ബെല്ലടിച്ചത് കേട്ട് അവളൊന്ന് നോക്കി. നന്ദേട്ടൻ. അവൾ പെട്ടെന്ന് കോൾ എടുത്തു. ഹലോ. പുറകിലെ വാതിൽ തുറക്ക്, ഞാൻ അവിടെയുണ്ട്, പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്തു. അവൾ ഞെട്ടി ചാടി എഴുന്നേറ്റു. ടി കൃഷ്ണ, ഈ നന്ദേട്ടൻ. അച്ഛനോ അച്ഛമ്മയോ കണ്ട തീർന്നു. അവൾ പതിയെ വാതിൽ തുറന്ന് ഹാളിലേക്ക് ഇറങ്ങി. അടുക്കളയിൽ കയറി അടുക്കള വാതിൽ തുറന്നതും അവൻ കാറ്റുപോലെ ഉള്ളിലേക്ക് കയറി വാതിലടച്ചു. അവളുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. നന്ദേട്ടാ, അവൾ പതിയെ വിളിച്ചു. അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു. ഷ്, മിണ്ടല്ലേ. അവളുടെ കയ്യിൽ പിടിച്ചവൻ അവളുടെ മുറിയിൽ കയറി വാതിൽ ചേർത്തടച്ചു. വാതിലിൽ ചാരി നിന്ന് അവളെ നോക്കി. അവളുടെ നെഞ്ച് പടപടാ മിടിക്കാൻ തുടങ്ങി. അവൾ നെഞ്ചിൽ കൈവച്ച ശ്വാസം നിയന്ത്രിച്ചു. അവൻ അവളുടെ അരികിലേക്ക് വരും തോറും അവൾ പിറകിലേക്ക് നീങ്ങി ഭിത്തിയിൽ തട്ടി.
അവൻ തലയാട്ടി ചോദിച്ചു. ഇനി നീങ്ങുന്നില്ലേ? അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനോട് ചേർത്തുകൊണ്ടവൻ ചോദിച്ചു. നന്ദേട്ടാ, മിണ്ടല്ലേ. ഭദ്രേ. അവൻ്റെ മുഖം അവളിലേക്ക് കുനിഞ്ഞു. അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവൻ ചിരിച്ചുകൊണ്ട് അവളിൽ നിന്ന് അടർന്നു മാറി കട്ടിലിരുന്നു. അവൾ ഭിത്തിയിൽ ചാരി അവനെ നോക്കി നിന്നു. വാതിലിൽ മുട്ട് കേട്ടവൾ ഞെട്ടി അവനെ നോക്കി. അവനും പെട്ടല്ലോ എന്ന അവസ്ഥയിലായിരുന്നു. അവൾ ഞെട്ടി അനന്തനെ നോക്കി. അവൻ തലയ്ക്ക് കയ്യും കൊടുത്ത് കട്ടിലിലേക്കിരുന്നു. നന്ദേട്ടാ, അവൾ പതിയെ വിളിച്ചു. നീ വാതിൽ തുറക്ക് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് വാതിലിന് മറവിൽ നിന്നു. അവൾ വാതിൽ ചെറുതായി തുറന്നു. ജയനായിരുന്നു പുറത്ത്. എന്താ അച്ഛാ? അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടു. അതാ മോളെ വിളിച്ച്. കുഴപ്പമൊന്നുമില്ലല്ലോ? ആശങ്കയോടെ അയാൾ ചോദിച്ചു. ഞാൻ വെള്ളം എടുക്കാൻ പോയതാ. അച്ഛൻ പോയി കിടന്നു. ശരി, കതകടച്ചേക്ക് മോളെ പറഞ്ഞിട്ട് ജയൻ മുറിയിലേക്ക് നടന്നു. അയാളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. കള്ളിപ്പെണ്ണ്. രണ്ടിനും ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യ. നാളെ തന്നെ ജോൾസിനെ പോയി കാണണം. ചിരിച്ചുകൊണ്ട് അയാൾ മുറിയിൽ കയറി വാതിലടച്ചു. ആണൊരുത്തൻ്റെ കയ്യിൽ തൻ്റെ മകൾ സുരക്ഷിതയാണെന്ന് കരുതി അയാൾ ഉറക്കത്തിലേക്ക് വീണു. വാതിൽ ചേർത്തടച്ചവൾ ശ്വാസം എടുത്ത് വിട്ടു. ഞാൻ കരുതി അച്ഛൻ കണ്ടെന്ന്. മുഖമമർത്തി തുടച്ചവൾ അവനെ നോക്കി. ആര് പറഞ്ഞു നിന്റെ അച്ഛൻ കണ്ടില്ലെന്ന്? അച്ഛൻ ഞാൻ ഇവിടെയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത്. അവൾ ഞെട്ടി അവനെ നോക്കി. അവൻ അവളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. അവൻ അവളുടെ അരികിൽ വന്ന് നിന്നു. നിനക്കെന്താ, എന്നെ പേടിയാണോ? അവൾ അല്ലെന്ന് തല ചലിപ്പിച്ചു. ഇഷ്ടാണോ? അവൾ മൂളി. ഡി, ഇങ്ങോട്ട് നോക്കിയേ. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകൾ പിടയ്ക്കുന്നുണ്ടായിരുന്നു. നിന്റെ സമ്മതമില്ലാതെ നിന്റെ ദേഹത്ത് ഞാൻ തൊടില്ല. അതോർത്ത് നീ പേടിക്കണ്ട. കാണാതിരിക്കാൻ പറ്റാത്തോണ്ട് ഓടി വന്നതാ. പൊയ്ക്കോട്ടെ. അവളെ നോക്കി ചിരിച്ചിട്ട് അവൻ വാതിലിൽ കൈവച്ചതും പുറകിൽ നിന്നവൾ കെട്ടിപ്പിടിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. നന്ദേട്ടൻ എൻ്റെ കൂടെയില്ലാതെ എനിക്ക് ഉറക്കാൻ വരില്ല. ഒരാളെ സ്നേഹിച്ചിട്ട് പെട്ടെന്ന് ഒരാളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ജീവനാ, എൻ്റെ ജീവിതാ. നന്ദേട്ടൻ പറഞ്ഞതുപോലെ കടപ്പാട് കൊണ്ടുള്ള ഇഷ്ടമല്ല. ഈ നെഞ്ചിലിപ്പോൾ നന്ദേട്ടൻ മാത്രമേ ഉള്ളൂ. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുതുകിൽ അമർത്തി ഉമ്മ വെച്ചു. അവൻ തിരിഞ്ഞവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തലയിൽ ചുംബിച്ചു. അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവളുടെ കണ്ണുകളിൽ അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. ഐ ലവ് യു ഭദ്രേ. കാറ്റുപോലെ അവൻ്റെ സ്വരം അവളുടെ കാതിൽ പതിച്ചു. അവളുടെ ശരീരം വിറകൊണ്ടു. അവളെ പതിയെ കട്ടിലിലേക്ക് ഇരുത്തിയവൻ. കിടന്നോ, നീ ഉറങ്ങിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. എൻ്റെ അടുത്ത് കിടക്കുവോ? കൊഞ്ചിക്കൊണ്ട് അവൾ ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ അരികിൽ കിടന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു. അവൻ്റെ ഹൃദയതാളം കേട്ടവൾ മയങ്ങി. ഒരിക്കലും തനിച്ചാക്കില്ലെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈകൾ അവളിൽ മുറുകിയിരുന്നു. രാധിക മുറിയിലെ ഓരോ സാധനങ്ങൾ എടുത്തെറിയാൻ തുടങ്ങി. അമ്മേ, അമ്മ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? രാഹുൽ അവരെ പിടിച്ചു നിർത്തി. തോറ്റുപോയടാ മോനെ. ഞാൻ ആ പീറപ്പെണ്ണിന് മുന്നിൽ. അവളിലൂടെ നേടാനിരുന്നതെല്ലാം എനിക്ക് നഷ്ടമായി. വെറുതെ വിടില്ല ഞാൻ ഒന്നിനെയും. അവർ പകയോടെ ബെഡിലേക്കിരുന്നു. അമ്മേ, അമ്മ വിഷമിക്കാതെ. അമ്മ ഇനി ഗാലറിയിലിരുന്ന് കളി കാണ്. ഞാൻ ഗ്രൗണ്ടിലിറങ്ങി കളിച്ചോളാം. ഭദ്ര, അവളെ അമ്മയ്ക്ക് മുന്നിൽ എത്തിക്കും ഞാൻ. ആരെ കൊന്നിട്ടായാലും ഇത് അമ്മയുടെ മുൻ അമ്മയ്ക്ക് തരുന്ന വാക്കാണ്. രാഹുൽ രാധികയുടെ കയ്യിൽ കൈ ചേർത്തു. അവരുടെ മുഖം വിടർന്നു. ഇനി ഞാൻ ആഗ്രഹിച്ചതൊക്കെ എൻ്റെ കയ്യിലെത്തും. അവർ പൊട്ടി പൊട്ടി ചിരിച്ചു. ആ ചിരിയിൽ രാഹുലും പങ്കുചേർന്നു. രാവിലെ ഭദ്ര ഉണരുമ്പോൾ അനന്തൻ അരികിലില്ലായിരുന്നു. അവൻ നേരത്തെ പോയി എന്നവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് കോളേജിലെത്തി അവനെ കാണാനായി അവളുടെ ഉള്ളം വെമ്പി. അവൾ ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നപ്പോൾ അച്ഛൻ ഉണർന്ന് അടുക്കളയിൽ കയറിയിരുന്നു. ഗുഡ് മോർണിംഗ് അച്ഛൻകുട്ടി. അവൾ അയാളെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു. ഗുഡ് മോർണിംഗ് വാവച്ചി. ദാ ചായ കുടിക്ക്. അച്ഛമ്മ എവിടെ അച്ഛാ? അച്ഛമ്മ എവിടെ ഉണ്ട് മോളെ. എന്തു പറ്റി? അച്ഛമ്മയുടെ മോൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അത് അച്ഛമ്മ കോളേജിൽ കുറേ ദിവസം കൂടിയിട്ടല്ലേ ഇന്ന് പോകുന്നേ, അതിൻ്റെയാ. ജയ,
ഞാൻ കൃഷ്ണൻ്റെ അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. നീ വരുന്നുണ്ടോ ഭദ്രക്കുട്ടി? ഇല്ല അച്ചമ്മേ, എനിക്ക് കോളേജിൽ പോകണം, ഇല്ലേ ലേറ്റ് ആവും. ശരി ശരി പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് നടന്നു. ഇന്ന് എന്താ സ്പെഷ്യല്? ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് മോളെ. അതൊക്കെ പോട്ടെ, എപ്പോൾ പോയി? അയാൾ അവളുടെ ചെവിയോരം രഹസ്യമായി ചോദിച്ചു. ആര്? ആരാകും? അച്ഛാ. നടക്കട്ടെ. ഈ അച്ഛൻ പോ, മിണ്ടില്ല ഞാൻ. മുഖം വീർപ്പിച്ചവൾ മുറിയിലേക്ക് പോയി. ദൈവമേ, എൻ്റെ കുട്ടിയെ എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ കാണാനുള്ള ഭാഗ്യം തരണേ നീ എനിക്ക്. ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. നിറഞ്ഞ കണ്ണുകൾ തോളിൽ കിടന്ന് തോർത്തുകൊണ്ട് അമർത്തി തുടച്ചു. അവൾക്ക് ചോറ് കൊണ്ടുപോവാനുള്ള ഇല വെട്ടാനായി പറമ്പിലേക്ക് ഇറങ്ങി അയാൾ.